ഹലോ. പണ്ട് ഞാൻ ദോക്സിൻ പാർക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വിൻ്റർ സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താമരപ്പൂക്കളൊന്നും കാണാൻ പറ്റില്ല, സീസൺ ആകുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ താമരപ്പൂക്കൾ വിരിയുന്ന സീസണാണ് കൊറിയയിൽ. അപ്പോൾ ഇന്ന് ദോക്സിൻ പാർക്കിൽ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഇത്. ഒരു സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് നടക്കാനും കുട്ടികൾ കളിക്കാനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അതാ ലേക്ക് മൊത്തം ഇതുപോലെ താമരപ്പൂക്കളും പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ല് പോലെ നിൽക്കുന്നുണ്ട്. അത് പുല്ലല്ല, ആക്ച്വലി അതൊരു ടൈപ്പ് ഓഫ് പുല്ലാണ്. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ജന്തുക്കളൊക്കെ ഉള്ള ഒരു എക്കോസിസ്റ്റം തന്നെ ഉള്ളതായതുകൊണ്ട് അത് അവർ പറിച്ച് മാറ്റാണ്ട് അത് ഈ താമരപ്പൂക്കളുടെ ഇടയിൽ അങ്ങ് വളർന്നു വരികയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ടൈപ്പ് ഡക്കിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിൻ്റെ ഇടയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ആ വളർന്ന് നിൽക്കണ പുല്ലുകൾ കേട്ടോ. അപ്പോൾ ലൈറ്റ് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത്ര ഭംഗിയായി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ഒരു കൊച്ചു കുട്ടി പൂ പറിക്കാൻ വേണ്ടി നോക്കുകയാണ്. പറിക്കാനല്ല, ജസ്റ്റ് ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആരും അങ്ങനെ പറിച്ചുകൊണ്ടൊന്നും പോണത് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ പൂക്കളൊന്നും പറിക്കണതൊന്നും ഞാനിങ്ങനെ കണ്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ താമരയൊക്കെ പറിച്ചുകൊണ്ട് പോയേനെ. ജസ്റ്റ് തൊട്ട് നോക്കുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാ പിള്ളേരും. ഫോട്ടോ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ താമരയുടെ ഇലയുടെയൊക്കെ വലിപ്പം കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള താമരയുടെ ഇല കാണുന്നത്. അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. ഒരുപാട് ഇതുപോലെയുള്ള ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഹനോക്ക് രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ അപ്പൂപ്പന്മാരൊക്കെ ഇരുന്നിട്ട് ഒരു കൊറിയക്കാരുടെ ഒരു ട്രഡീഷണൽ ഒരു ചെസ്സ് പോലത്തെ ഒരു കളിയുണ്ട്, അതൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ.